സ്നാനവും കഴിച്ച് തുണികളിൽ പിന്നെ മൂടിപ്പൊതിയുന്നു മനുഷ്യ നിന്നെ മരണം ഭവിച്ച് ഖബറിടം തേടി യാത്രയാവുകയായി നീ മണ്ണിൽ ജനിച്ച് മണ്ണിൽ ജീവിച്ച് മടങ്ങിപ്പോവുകയായി വിട ചൊല്ലി പിരിയുകയായി അവസാന ശ്വാസവും നിലച്ച് അന്തിമ സ്നാനവും കഴിച്ച് തുണികളിൽ പിന്നെ മൂടിപ്പൊതിയുന്നു മനുഷ്യ നിന്നെ മരണം ഭവിച്ച് ഖബറിടം തേടി യാത്രയാവുകയായി നീ മണ്ണിൽ ജനിച്ച് മണ്ണിൽ ജീവിച്ച് മടങ്ങിപ്പോവുകയായി വിട ചൊല്ലി പിരിയുകയായി.
ശ്വാസവും നിലച്ച് അന്തിമ സ്നാനവും മൂന്നു വെള്ള തുണികളിൽ പിന്നെ മൂടിപ്പൊതിയുന്നു മനുഷ്യ നിന്നെ മരണം ഭവിച്ച് ചൊല്ലിപ്പിരിയുകയാ വിട ചൊല്ലി പിരിയുകയാ എന്താ പറയാ അശ്രു, ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി, എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചാൽ മരിക്കുക എന്നത് വേണം അല്ലെ, മരിക്കണം, അതാണ് സത്യം. പക്ഷെ ആ പരമമായ സത്യത്തെ നമ്മുടെ മുന്നിൽ ഒരു നിമിഷത്തേക്ക് നമുക്ക് എല്ലാവർക്കും മരണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ഈ ഇരിക്കുന്ന പ്രേക്ഷകരെയും ജഡ്ജസിനെയും ഞങ്ങളെയും എല്ലാവരെയും അനന്തുവിന്റെ പാട്ടുകൊണ്ട് കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഹൃദയസ്പർശിയായ ഒരു പെർഫോമൻസ് ആയിരുന്നു. മരണമുണ്ട് എന്ന് എപ്പോഴും പറയുമെങ്കിലും നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നില്ല. അതിനെക്കുറിച്ചും ഈ പാട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം ഈ പെർഫോമൻസിനെ കുറിച്ച്. ഷബ്നം, വികാരഭരിതരായിപ്പോയി നമ്മുടെ ജഡ്ജസ് എല്ലാവരും തന്നെ. എനിവേസ്, അസ്രുവിന്റെ പെർഫോമൻസിനെ കുറിച്ച് സജ്ല. അസറിന്റെ മുന്നിൽ എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. കാരണം അസർ എന്താ പറയാ, അത്രക്കും നീരജ പറഞ്ഞ പോലെ അത്രക്കും ഡെപ്തുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് മോൻ വന്നത്. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഈ ഒരു കഴിഞ്ഞ സീസൺ 1 നമ്മളെ കരയിപ്പിച്ചൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ആതിഷ്. ഇതുപോലത്തെ ഒരു പാട്ടെടുത്ത് വന്നിട്ട് നമ്മളെല്ലാരെയും കരയിപ്പിച്ചിരുന്നു. അത് ആ ഒരു അറ്റ്മോസ്ഫിയറാണ് മോനിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കരം ഹാർട്ട് ടച്ചിങ് സോങ് എന്ന് പറയാലോ. മോൻ അത്രക്കും നന്നായിട്ട് പാടി മോനെ. ശരിക്കും ചില പോർഷൻസ് ഒക്കെ മോൻ പാടുമ്പോ മനസ്സ് വിങ്ങിപ്പൊട്ടാന്നൊക്കെ പറയില്ലേ, അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞു പോവാണ്. അത്രക്കും മനോഹരമായിട്ട് പാടി അസർ. നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിൽ അസറിനോട് ഞാൻ താങ്ക്സ് പറയുന്നു. അസർ ഇപ്പോഴും ആ ഒരു അതിന്ന് മാറുന്നില്ല മനസ്സ്. എന്താ പറയണ്ടെന്ന്
അറിയില്ല മോനെ, ബിക്കോസ് ഇറ്റ് വാസ് ദാറ്റ് മച്ച്. എനിക്ക് നന്നായിരുന്നു. വെരി 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 എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. മോൻ കൊടുത്ത ഫീലും വേറൊരു ലോകത്തായിരുന്നു ഞാൻ ഇവിടെ നിന്നൊക്കെ പോയിട്ട്. താങ്ക് യു. താങ്ക് യു സ്വപ്നം. ഫിറോസിക്ക, സാധ്യമായിരുന്നു. ഭയങ്കരമായി പാടി കളഞ്ഞു കേട്ടോ. ഒരു കാര്യം, മോന് മെസ്സേജ് റൗണ്ടിൽ സന്ദേശ റൗണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ റൗണ്ട് എടുത്തു തന്ന് അതിൽ കുട്ടികൾ അവരുടെ തലത്തിൽ നിന്നൊക്കെ ഉയർന്ന പാട്ടുകൾ പാടി ഫലിപ്പിക്കുമെന്ന് ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് ഈ റൗണ്ട് തിരഞ്ഞെടുത്തത്. ആ റൗണ്ടിൽ മോൻ തിരഞ്ഞെടുത്തൊരു പാട്ട് ഫസ്റ്റ് തിങ്, അതിന്റെ വിഷയം പരലോകം അല്ലേ, അതാണ് പലരെയും വല്ലാതെ കണ്ണു നനയിച്ചത്. എനിക്ക് തോന്നുന്നു ശബനത്തെ ഒരു പരിധിവരെ ഇതിന്റെ മ്യൂസിക്കിനേക്കാൾ മുകളിൽ ആ വിഷയമായിരിക്കും കണ്ണു നനയിച്ചത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, അത് ഒരു അസാധ്യനാഗത്തിലെടുത്ത് മോന്റെ എല്ലാ കഴിവുകളും കാണിച്ചുകൊണ്ട് പല കുട്ടികൾക്കും ഈ പ്രായത്തിലുള്ളവർക്കോ ഒരുപക്ഷെ വലിയവർക്കോ പാടി ഫലിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം എവിടൊക്കെയോ തൊട്ട് പാടിക്കണം. പിന്നെ എനിക്ക് എല്ലാ ഓർക്കസ്ട്ര മൊത്തം വല്ലാത്തൊരു ഒരു 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 ഇഫക്റ്റാണ് ഉണ്ടാക്കിയത്. എസ്പെഷ്യലി ഞാൻ എടുത്തു പറയാൻ പാടില്ല ആരെയും, എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ പോലും എനിക്ക് വേറിട്ട് കണ്ടത് ഇതില് ഫ്ലൂട്ടും തബലയും. അക്ബർ, ഒരു കൈ ഞാൻ അവിടെ വന്നു തരാം. മനോഹരമായ ആലാപനത്തിലൂടെ എല്ലാവരിലേക്കും എത്തിച്ച നമ്മുടെ അസറിന് എത്ര മാർക്സ് ഉണ്ടെന്ന് നോക്കാം അല്ലെ സജ്ല? സംശയം കൂടാതെ പറയാം 30 out of 30. 30 out of 30. ഫിറോസിക്ക? അസറിന് 40 out of 40. 40 out of 40. ആൻഡ് ഷബ്നം? ഞാൻ പറയണോ? 30. 30 out of 30. ആൻഡ് ഫസ്റ്റ് ടൈം സെക്കൻഡ് ഷെഡ്യൂളിൽ കുട്ടിപ്പട്ടുമാലിൽ നമുക്ക് ഒരു ടോട്ടൽ സ്കോർ 100 വന്നിരിക്കുകയാണ്. അസർ ഇവിടെ